നമസ്കാരം. KCB വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണ സമാപനവും ഐ.വി. ദാസ് അനുസ്മരണവും നടത്തി. KSKTU തൃശൂർ ജില്ലാ സമ്മേളനം ജൂലൈ 10-11 തീയതികളിൽ നെല്ലായി കൊളത്തൂർ കാവല്ലൂർ പാർക്കിൽ നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കൊരട്ടി ചിറങ്ങരയിൽ വീടിന്റെ ജനൽ കമ്പികൾ തകർത്ത് മോഷണം. 35 പവൻ സ്വർണ്ണാഭരണങ്ങളും 8,000 രൂപയും നഷ്ടപ്പെട്ടു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ചിലാസ്റ്റോട്ട് 2024 സംഘടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണ സമാപനവും ഐ.വി. ദാസ് അനുസ്മരണവും നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KG രജീഷ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം നിർവഹിച്ചു. കരിങ്കാളി ഫെയിം അനൂപ് പുതിയടത്ത് മുഖ്യാതിഥിയായി. ലൈബ്രറി കൌൺസിൽ താലൂക്ക് പ്രസിഡന്റ് ബാലഗോപാലൻ മാസ്റ്റർ ഐ.വി. ദാസ് അനുസ്മരണ പ്രഭാഷണം നടത്തി. കേന്ദ്ര ഗ്രന്ഥശാല PSC പഠന കൂട്ടായ്മയിൽ നിന്നും സർക്കാർ സർവീസിലേക്ക് പ്രവേശിച്ച പ്രനീഷ് P. മേനോനെ ആദരിച്ചു. ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ഷാജു, മെമ്പർ പ്രനില ഗിരീശൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ AR രാജേശ്വരി, ലൈബ്രറിയൻ സുഷമ T. ശാന്തൻ, തിലകൻ KB എന്നിവർ സംസാരിച്ചു. വിവിധ മത്സരാർത്ഥികൾക്ക് സമ്മാന വിതരണം ചടങ്ങിൽ നടത്തി. തുടർന്ന് കലാസാഹിത്യ കൂട്ടായ്മ അംഗങ്ങളുടെ കവിതാലാപനം നടന്നു. അതുപോലെ തന്നെ വിവിധ സ്കൂളുകളിൽ നിന്ന് റെഫറൻസിന് നമ്മുടെ ഗ്രന്ഥശാലയിലേക്കാണ് വരുന്നത്. അതുപോലെ വിവിധങ്ങളായിട്ടുള്ള പുസ്തകങ്ങൾ വരുമ്പോൾ തന്നെ അത് വായനക്കാരിലേക്ക് എത്തിക്കുന്ന പണി. KSKTU തൃശൂർ ജില്ലാ സമ്മേളനം ജൂലൈ 10-11 തീയതികളിൽ സഖാവ് KS ശങ്കരൻ നഗറിൽ നെല്ലായി കൊളത്തൂർ കാവല്ലൂർ പാർക്കിൽ നടക്കുമെന്ന് സമ്മേളന സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജില്ലയിലെ 17 ഏരിയകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട 375 പ്രതിനിധികൾ സമ്മേളനത്തിൽ പങ്കെടുക്കും. 10 രാവിലെ 10 മണിക്ക് KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ പതാക ഉയർത്തുന്നതോടെ സമ്മേളനത്തിന് തുടക്കമാകും. തുടർന്ന് ചേരുന്ന പ്രതിനിധി സമ്മേളനം അഖിലേന്ത്യാ അഗ്രികൾച്ചറൽ വർക്കേഴ്സ് യൂണിയൻ ദേശീയ പ്രസിഡന്റ് A. വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. കർഷക തൊഴിലാളി യൂണിയൻ സംസ്ഥാന സെക്രട്ടറി M. ചന്ദ്രൻ, പ്രസിഡന്റ് NR ബാലൻ, AIAWU അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് K. കോമളകുമാരി, KSKTU സംസ്ഥാന വൈസ് പ്രസിഡന്റ് R. ചിന്നക്കുട്ടൻ, AIAWU കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം ലളിത ബാലൻ, KSKTU സംസ്ഥാന കമ്മിറ്റി അംഗം ജിഷ ശ്യാം തുടങ്ങിയവർ പങ്കെടുക്കും. KSKTU ജില്ലാ പ്രസിഡന്റ് MK പ്രഭാകരൻ, സമ്മേളന സംഘാടക സമിതി ചെയർമാൻ PK ശിവരാമൻ, കൺവീനർ KJ ഡിക്സൺ, ട്രഷറർ EK അനൂപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. തൊഴിലാളി യൂണിയന്റെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായ സഖാവ് KS ശങ്കരൻ നഗർ എന്നാണ് ഹാളിന് പേര് കൊടുത്തിട്ടുള്ളത്. KS ശങ്കരൻ നഗർ ഹാളിൽ നടക്കുന്ന സമ്മേളനം ജില്ലയിലെ 17 ഏരിയകളിൽ നിന്നായി ഏരിയ സമ്മേളനം തിരഞ്ഞെടുക്കപ്പെട്ട 375 പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. 2 ദിവസക്കാലം നടക്കുന്ന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കർഷക തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ സംഘടനയുടെ അഖിലേന്ത്യാ സെക്രട്ടറി പ്രസിഡന്റ് സഖാവ് A. വിജയരാഘവനാണ്. കൊരട്ടി ചിറങ്ങരയിൽ വീടിന്റെ ജനൽ കമ്പികൾ തകർത്ത് മോഷണം. 35 പവൻ സ്വർണ്ണാഭരണങ്ങളും 8,000 രൂപയും നഷ്ടപ്പെട്ടു. ചെമ്പകശ്ശേരി പ്രകാശിന്റെ വീട്ടിലാണ് ഇന്ന് പുലർച്ചെ മോഷണം നടന്നത്. പ്രകാശനും ഭാര്യ സുനിതയും മാത്രമാണ് രാത്രി വീട്ടിലുണ്ടായിരുന്നത്. ഞായറാഴ്ച ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുത്ത് മടങ്ങിയെത്തിയ ശേഷം രാത്രി കിടന്നുറങ്ങിയതാണ് ഇരുവരും. പുലർച്ചെ 2 മണിയോടെ വെള്ളം കുടിക്കാൻ എഴുന്നേറ്റപ്പോഴാണ് മറ്റൊരു മുറിയിൽ ലൈറ്റ് കത്തിക്കിടക്കുന്നത് കണ്ടത്. ലൈറ്റ് അണയ്ക്കാൻ മുറിയിലെത്തിയപ്പോൾ സാധനങ്ങളെല്ലാം വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു. തുടർന്നുള്ള പരിശോധനയിലാണ് മുറിയിൽ സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയതായി വ്യക്തമായത്. ബന്ധുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബാങ്ക് ലോക്കറിൽ നിന്നെടുത്ത സ്വർണ്ണാഭരണങ്ങളാണ് നഷ്ടപ്പെട്ടത്.
ബാഗിൽ സൂക്ഷിച്ചിരുന്ന 8,000 രൂപയും നഷ്ടപ്പെട്ടു. പണം സൂക്ഷിച്ചിരുന്ന ബാഗും ചില ഇലക്ട്രോണിക് ഉപകരണങ്ങളും വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. സമീപത്ത് നിർമ്മാണം നടന്നിരുന്ന വീട്ടിൽ നിന്നുള്ള പിക്കാക്സും വെട്ടുകത്തിയും ഉൾപ്പെടെ ഉപയോഗിച്ചാണ് മോഷ്ടാവ് ജനൽ കമ്പികൾ തകർത്തത്. ആയുധങ്ങൾ വീട്ടുമുറ്റത്ത് ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. കൊരട്ടി പോലീസും ഫിംഗർ പ്രിന്റ് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ഇരിങ്ങാലക്കുട ബൈപ്പാസ് റോഡിന്റെ ശോചനീയാവസ്ഥ വാഹനാപകടങ്ങൾ പെരുകുന്നതിനിടയാക്കുന്നു. കഴിഞ്ഞ രാത്രിയിലും ബൈപ്പാസ് റോഡിലെ കുഴിയിൽ വീണ് യുവാവിന് ഗുരുതര പരിക്കുപറ്റി. ഇരിങ്ങാലക്കുട നഗരത്തിന്റെ ഗതാഗതക്കുരുക്കിന് പരിഹാരമായി നിർമ്മിച്ച ബൈപ്പാസ് റോഡിലൂടെ പോകുമ്പോൾ ഇപ്പോൾ കാണാൻ സാധിക്കുക റോഡിന്റെ നടുവിലായി ഒരു ചുവന്ന രൂപമാണ്. റോഡിന്റെ നടുവിലുള്ള ഗർത്തത്തിൽ കഴിഞ്ഞ രാത്രി വീണ് യുവാവിന് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് ആരോ സ്ഥാപിച്ചതാണ് ഈ രൂപം. കഴിഞ്ഞ രാത്രി 9:30 ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കൊരുമ്പിശ്ശേരി സ്വദേശി ഐനിക്കൽ വീട്ടിൽ മഹേഷ് സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ കുഴിയിൽ വീണ് നിയന്ത്രണം വിട്ട് സ്കൂട്ടർ മറിഞ്ഞ് മഹേഷിന് ഗുരുതര പരിക്കേറ്റു. നാട്ടുകാർ ഇദ്ദേഹത്തെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും പരിക്ക് ഗുരുതരമായതിനാൽ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. വാരിയെല്ലുകൾക്കും ഷോൾഡറിനും കൈക്കും ആന്തരിക അവയവങ്ങൾക്കുമടക്കം പരിക്കേറ്റ ഇയാൾ ICUവിൽ ചികിത്സയിലാണ്. ബൈപ്പാസ് റോഡ് നിർമ്മാണം പൂർത്തീകരിച്ച് 10 വർഷം പിന്നിട്ടിട്ടും റോഡിന്റെ പല ഭാഗങ്ങളും പൊട്ടിപ്പൊളിഞ്ഞ് സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലാണ്. ഇരുവശങ്ങളിലും കാന നിർമ്മിക്കുകയോ നടപ്പാതകൾ ഒരുക്കുകയോ ചെയ്തിട്ടില്ല. നഗരസഭ ഇവിടെ സ്ഥാപിച്ചിരുന്ന സോളാർ വിളക്കുകൾ സാമൂഹിക വിരുദ്ധർ മോഷ്ടിച്ചു. പിന്നീട് സ്ഥാപിച്ച വഴിവിളക്കുകൾ പേരിന് മാത്രം പ്രകാശിക്കുന്നതിനാൽ പല ഭാഗങ്ങളും രാത്രിയിൽ ഇരുട്ടിലാണ്. ഇതോടെ കക്കൂസ് മാലിന്യം ഉൾപ്പെടെ തള്ളുന്നത് പതിവ്. മഴ പെയ്താൽ റോഡിലെ കുഴിയുടെ ആഴം അറിയാതെ പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നു. ബൈപ്പാസ് ആരംഭിക്കുന്ന തൃശൂർ റോഡ് മുതൽ ആദ്യ ജംഗ്ഷൻ വരെയുള്ള ഒരു വശത്ത് കാന നിർമ്മിച്ച് ഇതിനു മുകളിൽ ടൈൽ വിരിച്ച് നടപ്പാത ഒരുക്കിയെങ്കിലും കാനയുടെ ഉയര വ്യത്യാസം റോഡിലെ വെള്ളക്കെട്ടിന് കാരണമാണ്. ഗതാഗതക്കുരുക്ക് രൂക്ഷമായ ഠാണ ബസ് സ്റ്റാൻഡ് റോഡിലെ തിരക്കിൽപ്പെടാതെ കാട്ടൂർ, ചെമ്മണ്ട, കിഴുത്താണി, പൊറത്തുശ്ശേരി ഭാഗങ്ങളിലേക്ക് എളുപ്പമെത്താൻ വാഹനയാത്രികർ ആശ്രയിക്കുന്ന ബൈപ്പാസ് റോഡിലെ അപകട കുഴികൾ നികത്താൻ ടാറിംഗ് നടത്തുകയോ ടൈൽ വിരിച്ച് ഉയരം കൂട്ടുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ടിലാസ്റ്റോട്ട് 24 സംഘടിപ്പിച്ചു. ഗണിതശാസ്ത്ര വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ സെമിനാറിൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഇൻ ഡെയിലി ലൈഫ് എന്ന വിഷയത്തിൽ പഴഞ്ഞി MT കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ തോമസ് മാത്യു മുഖ്യപ്രബന്ധം അവതരിപ്പിച്ചു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോയ് KL, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ കരുണ K, സയൻസ് വിഭാഗം ഡീൻ ഡോക്ടർ ഷീബ MB, വിദ്യാർത്ഥി പ്രതിനിധി ലെന വെൽസ് എന്നിവർ പങ്കെടുത്തു. നമ്മളിവിടെ മഹല്ലനോബിയസിന്റെ Indian Studies Day for us. At the same time, we are celebrating in a national worldwide. ജീവിത യാഥാർത്ഥ്യങ്ങളെ അതിജീവിച്ച് സ്വാതി തയ്യാറാക്കിയ പുസ്തകം പ്രകാശനം ചെയ്തു. മനക്കുളങ്ങര KVUP സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി അനിലിന്റെ മാതാവ് VS സ്വാതി സ്വന്തം അനുഭവങ്ങളെ അടിസ്ഥാനമാക്കി എഴുതിയ അണയാത്ത ജ്വാലയാണ് പ്രകാശനം ചെയ്തത്. സ്കൂളിൽ നടത്തിയ പുസ്തക പ്രകാശനം ചലച്ചിത്ര നടൻ ഇർഷാദ് അലി നിർവഹിച്ചു. സ്വാതി തന്നെ എഴുതി തയ്യാറാക്കിയ വീഡിയോ ആൽബം സിനിമാ നിർമ്മാതാവ് M രഞ്ജിത്ത് റിലീസ് ചെയ്തു. AK സംഗീത് ആദ്യ പ്രതി ഏറ്റുവാങ്ങി. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ചടങ്ങിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് MD ദേവരാജ് അധ്യക്ഷനായി. ചാലക്കുടി ഉപജില്ല AEO PB നിഷ ഉപഹാരം സമർപ്പിച്ചു. പ്രധാന അധ്യാപിക PS സീമ, VS സ്വാതി, KV അജയ്കുമാർ എന്നിവർ സംസാരിച്ചു. സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയായ അനിൽ തലച്ചോറിൽ വൈറൽ ഇൻഫെക്ഷൻ ബാധിച്ച് ജീവിതം മുന്നോട്ട് നീക്കുകയാണ്. ായിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ആളുകൾ ഇത്തരം അവസ്ഥയിലുള്ളവർ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അതിന്റെ ജനിതകമായ കാരണങ്ങൾ കണ്ടെത്താനായി എങ്ങനെയാണപ്പോൾ നമ്മളിപ്പോൾ സ്ത്രീ സംവരണം ഉള്ളത് കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റായ ഒരുപാട് ആളുകളാണ് ഭൂരിപക്ഷം എന്നാണ് എനിക്ക്. പാറഗൺ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്, അവതാരിക യുവജന സാംസ്കാരിക വേദി എന്നിവയുടെ ആഭിമുഖ്യത്തിൽ നാട്ടുകാരുടെ സഹകരണത്തോടെ പുലിപ്പാറക്കുന്ന തോട്ടച്ചിറ കുളം ശുചീകരിച്ചു. പായലും പുല്ലും നിറഞ്ഞുകിടന്ന കുളം 2 ഘട്ടങ്ങളിലായാണ് ശുചീകരണം ചെയ്തത്. വാർഡ് മെമ്പർ VV സുരാജ് നേതൃത്വം നൽകി. ആനമല കൂട്ടുകൃഷി സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിൽ പരിയാരത്ത് ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ഞാറ്റുവേല ചന്ത സംഘം പ്രസിഡന്റ് VK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഉഷ പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. സംഘം ഭരണസമിതി അംഗങ്ങളായ അനിൽ കദളിക്കാടൻ, ബിജി സദാനന്ദൻ, KA ജോയ്,
KP ജോണി, സംഘം സെക്രട്ടറി PV വിവേക് എന്നിവർ സംസാരിച്ചു. ഞാറ്റുവേല ചന്തയിൽ ഫലവൃക്ഷത്തൈകൾ, പച്ചക്കറി തൈകൾ, വിത്തുകൾ, തെങ്ങിൻ തൈകൾ, വിവിധ വിദേശ ഇനം തൈകൾ, വനവിഭവങ്ങൾ, ആയുർവേദ ഉൽപ്പന്നങ്ങൾ, കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ തുടങ്ങി വിവിധ ഇനങ്ങൾ ലഭ്യമാണ്. ഒരു മുതൽക്കൂട്ടാണ് അത്. ഇപ്പോൾ നമുക്കറിയാം എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ അമ്പലപ്പറമ്പിലെ ആൽത്തറയിലെ പകലുറക്കം കളഞ്ഞ പാമ്പിന്റെ വീഡിയോ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറൽ. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലുള്ള ആൽത്തറയിലായിരുന്നു സംഭവം. പകൽ മയക്കത്തിലിരുന്ന ആളെ മുട്ടി ഉരുമിക്കൊണ്ടാണ് പാമ്പ് ഇഴഞ്ഞു കയറിയത്. ആൽത്തറയിൽ ഉറക്കത്തിലായിരുന്ന ആൾ ബഹളം കേട്ട് ഉണർന്നതോടെ പാമ്പും പരിഭ്രമിച്ചു. വേഗത്തിൽ ഇഴഞ്ഞു നീങ്ങിയ പാമ്പ് സമീപത്തുള്ള ആൽത്തറയിലെ മാളത്തിൽ ഒളിച്ചതോടെ പരിഭ്രാന്തി അവസാനിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കൊടകര ഗ്രാമപഞ്ചായത്ത് കേന്ദ്ര ഗ്രന്ഥശാലയിൽ വായനാ പക്ഷാചരണ സമാപനവും IV ദാസ് അനുസ്മരണവും നടത്തി. KSKTU തൃശൂർ ജില്ലാ സമ്മേളനം ജൂലൈ 10, 11 തീയതികളിൽ നെല്ലായി, കൊളത്തൂർ, കാവല്ലൂർ പാർക്കിൽ നടക്കുമെന്ന് സംഘാടക സമിതി അറിയിച്ചു. കൊരട്ടി ചിറങ്ങരയിൽ വീടിന്റെ ജനൽ കമ്പികൾ തകർത്ത് മോഷണം. 35 പവൻ സ്വർണ്ണാഭരണങ്ങളും 8000 രൂപയും നഷ്ടപ്പെട്ടു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ ചിലാസ്റ്റോട്ട് 2024 സംഘടിപ്പിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.